നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. തേക്കിൻകാട് മൈതാനത്തിലാണ്. കുറച്ച് നാളത്തേന് ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം മഴ കനക്കുകയാണ്. എന്നാൽ നമ്മുടെ പ്രദേശത്തെ ഡാമുകളിലൊന്നും വലിയ തോതിലുള്ള വെള്ളമൊന്നും ആയിട്ടില്ല. എങ്കിലും ഇപ്പോൾ പെയ്യുന്ന മഴ വലിയൊരു തോതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി അറിയിപ്പുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചന കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് KSEBയുടെ അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ അപകട സാധ്യതയുള്ള മേഖലകളിലൂടെയൊക്കെ സഞ്ചരിക്കാതിരിക്കുക, അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക. നമുക്കറിയാം നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഉണ്ടായത്. അതായത് മരം വാഹനത്തിൽ വീണുണ്ടാവുന്ന അപകടങ്ങൾ. തൃശ്ശൂർ തന്നെ സെൻറ്റ് തോമസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷയുടെ മുകളിൽ മരം വീഴുന്നൊരു സംഭവം ഉണ്ടായി. അത് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുത്തത്, അതിൽ ആളുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. കാരണം റൗണ്ടിലാണെങ്കിലും ഇപ്പോൾ പല സ്ഥലത്തും ഡ്രെയിൻ വെള്ളം പോകുന്നതിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ മറച്ചു വെക്കേണ്ടതില്ല. കാരണം പല ഓടകളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട വിധത്തിൽ എന്താ പറയുക, കൃത്യസമയത്ത് അതിന് വേണ്ട പരിചരണം കൊടുക്കാതെ അല്ലെങ്കിൽ അതിലെ ചെളികളെല്ലാം മാറ്റാത്തത് മുഖേനയാണ് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ശക്തനിൽ 2 സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, അതേപോലെ അശ്വിനി ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ദുരന്തമുണ്ടാവുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ ആ പ്രദേശത്ത് ഏതെങ്കിലും വെള്ളം പോകുന്നത് കൃത്യമായി പോകുന്നില്ല എങ്കിൽ അത് എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് ചെയ്ത് സ്വയം വലിയൊരു നഷ്ടം വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇവിടുത്തെ സംവിധാനങ്ങളുടെ ഒരു പോരായ്മ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനു മുമ്പ് പണ്ടൊക്കെ വലിയ മഴകൾ പെയ്തിരുന്ന കാലഘട്ടത്തിൽ വലിയൊരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പീച്ച് ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലേക്ക് പോയിരുന്നു. അവിടെയൊക്കെ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഒരു 2 മാസം നല്ല അടിപൊളിയായി മഴ പെയ്താൽ മാത്രമാണ് ഇവിടെ എന്താ പറയുക ഡാം നിറയാനുള്ളൊരു സാഹചര്യമുള്ളൂ. പക്ഷേ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും നാട്ടിലെ പ്രദേശത്തിലെ വഴികൾ മുഴുവൻ വെള്ളക്കെട്ടിലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളക്കെട്ടുള്ള ഭാഗത്തിലൂടെ വാഹനം കൊണ്ടുപോകാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയായി കൂടി കരുതണം. ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക, സർക്കാർ നിയമങ്ങൾ പാലിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട സുരക്ഷയ്ക്ക് നമ്മൾ തന്നെ മുൻകൈ എടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.